കാസർഗോഡ് ജില്ലയിലെ ദേലമ്പാടി ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ തന്നെ കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുകയും അതേപോലെ തന്നെ ഒരുപാട് കാനന പാതകളൊക്കെ അടങ്ങുന്ന ഒരു കൊച്ചു ഗ്രാമപഞ്ചായത്ത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ വാർത്തകളിൽ ഒക്കെയും നമ്മൾ ദൈനംദിനമായിട്ട് കേൾക്കുന്ന കാണുന്ന വാർത്തകളാണ് വന്യജീവി അക്രമങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമത്തിൽ ഈ അടുത്തുണ്ടായ മാസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ഗുരുതരമായ ഒരു അപകടം, അതായത് മലമ്പാറയിലെ ആ ഭാഗത്തിലുള്ള ഒരു സാധാരണക്കാരനായ ഒരു കർഷകന് നേരെ കാട്ടുപോത്തിൻ്റെ ഒരു ആക്രമണം. അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങളിലും മറ്റുമൊക്കെ അവിടുത്തെ ആൾക്കാരുടെ പല പ്രദേശങ്ങളിലുള്ള ഒരുപാട് ഉപദ്രവങ്ങളും ബുദ്ധിമുട്ടുകളും നിരന്തരം പഞ്ചായത്തിനെയും ഭരണകൂടത്തിനെയും ഒക്കെയും അറിയിച്ചിട്ടുണ്ട് എങ്കിലും ഒരു തരത്തിലും ചെവി കൊള്ളാതെ, വെല്ലുവിളികൾ സ്വീകരിക്കാതെ നിരന്തരം ധാർഷ്ട്യം മാത്രമായി മുമ്പോട്ട് പോയിക്കൊണ്ട് ഒരാളുടെ ജീവന് നേരെ ഉണ്ടായ ആക്രമണം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിതത്തിലേക്ക് അത്യാസന്നം ഗുരുതരമായ നിലയിലുണ്ടായിരുന്നിട്ട് ജീവിതത്തിലേക്ക് ഇന്നിപ്പോൾ പതിയെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അക്രമം പോലും നമ്മുടെ മുമ്പിൽ കണ്ടിട്ട് പോലും അധികാരികൾ കണ്ണു തുറക്കുന്നില്ല എങ്കിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും നേരെയുള്ള നിങ്ങളുടെ ധാർഷ്ട്യം നിറഞ്ഞ വെല്ലുവിളി തന്നെയാണ് ഇതിലൂടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ബാളങ്കയ, മല്ലമ്പാറ, വളവന്തടുക്ക ഭാഗങ്ങളിലുള്ള നീർലക്കയ ഭാഗങ്ങളിലൊക്കെയുള്ള ഒരുപാട് സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങി വസിക്കുന്ന ഒരു പ്രദേശമാണ്. കുറഞ്ഞ പക്ഷം അവിടുത്തെ ജനപ്രതിനിധി, വാർഡിനെ പ്രതിനിധീകരിച്ച് പഞ്ചായത്തിലേക്ക് പോകുന്ന ആളെങ്കിലും അവിടെ പോയി നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പരിഭവങ്ങളും ഒക്കെയും അവിടെ അവതരിപ്പിച്ചിരുന്നു എങ്കിൽ ഒരു പരിധി വരെയെങ്കിലും നമ്മൾക്ക് ആശ്വാസം ഉണ്ടായേനെ. ഇവിടുത്തെ പ്രദേശത്തെ കുട്ടികൾ സ്കൂളിലേക്ക്, ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ കാനന പാതയിലൂടെ ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നടന്നിട്ട് വേണം പാണ്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചേരാൻ. അതൊരു വസ്തുതയാണ്, ഒരു സത്യം തന്നെയാണ്. കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. പ്രബുദ്ധമായ അല്ലെങ്കിൽ വളരെയധികം വികസനത്തിൻ്റെ ഒരുപാട് നാമ്പുകൾ, ഒരുപാട് ബാലികേറാ മലകളൊക്കെ ഞങ്ങൾ കീഴടക്കിയെന്ന് അവകാശപ്പെടുന്ന ഭരണകൂടമേ, നിങ്ങൾ കണ്ണു തുറന്ന് കാണുക. കാര്യം ഇവിടുത്തെ കുട്ടികളുടെ അവസ്ഥ, അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ സുരക്ഷിതത്വം എല്ലാറ്റിനും നേരെയുള്ള വെല്ലുവിളിയാണ്. കാനന പാതയിലൂടെ കാൽനടയായി നടന്നു വരുന്ന കുട്ടികളുടെ ജീവന് എന്ത് സുരക്ഷിതമാണ് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത്? ഇന്നും നമ്മൾ കണ്ടുവരുന്ന വന്യജീവി ആക്രമങ്ങൾ ഒക്കെയും എന്നിട്ടും നമ്മൾ കണ്ണു തുറക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസത്തിന് നേരെയാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓർക്കേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ പ്രദേശവാസികൾക്ക് കാൽനടയായിട്ട് 1 മണിക്കൂർ നടന്ന് പാണ്ടിയിൽ എത്തിയതിനു ശേഷമാണ് പുറത്തെ നാട്ടിലേക്ക് പോകാൻ സാധിക്കുന്നത്. അത് പാണ്ടി ഭാഗത്ത് നിന്ന് ജീപ്പ് വഴിയോ അല്ലെങ്കിൽ വളരെ വിരളമായിട്ടുള്ള ബസ് വഴിയാണ് അടൂരിലേക്ക് എത്തണം, അതിനുശേഷം മറ്റു പട്ടണങ്ങളിലേക്ക് പോകാൻ. അതേപോലെ തന്നെയാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ കുഞ്ഞുമക്കൾ ഭാവിയുടെ വാഗ്ദാനങ്ങൾ, അവർ ഉപരിപഠനത്തിന് വേണ്ടി കോളേജുകളിലേക്ക്, മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞ പക്ഷം 40 കിലോമീറ്ററെങ്കിലും സഞ്ചരിച്ച് ബസ് കയറി പോയിട്ട് വേണം പുതിയൊരു കോളേജുകളിൽ കാര്യങ്ങളിലൊക്കെ എത്തിച്ചേരാൻ എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്കും ഇവിടുത്തെ ജനങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും സംരക്ഷണത്തിനും ഒക്കെയും അവർക്കും അവകാശം ഉണ്ട് സർ. പക്ഷേ വീണ്ടും ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഒരുപാട് പദ്ധതികൾ വരുന്നുണ്ട് എങ്കിലും ഒരു പരിധി വരെയെങ്കിലും അത് നമ്മൾക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് ഫണ്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് ഏത് വഴി മാഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം. അതേപോലെ തന്നെ ഇവിടത്തേക്കുള്ള റോഡുകൾ, കാനനപാത നിങ്ങളൊന്ന് പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എത്രമാത്രം കഠിനമാണ് അവിടുത്തെ കാനനപാതകൾ. അതേപോലെ തന്നെ മഴക്കാലങ്ങളിലുള്ള ചെറിയ കൈവരികളുള്ള കുഞ്ഞു പാലങ്ങളിലൂടെയാണ് വളരെ അധികം ദുർഘടം പിടിച്ച യാത്രകളായിട്ട് കുഞ്ഞു മക്കൾ പോലും സ്ത്രീകളും ഒക്കെയും സഞ്ചരിക്കുന്നത്. മഴക്കാലങ്ങളിൽ ഒരു ഐലൻഡ് പോലെ പുറത്ത് വരാൻ പോലും കഴിയാത്ത അത്രയും ഭീകരമാണ് അവിടുത്തെ ചില ഭാഗങ്ങളുടെയെങ്കിലും അവസ്ഥ എന്ന് പറയുന്നത്.
ശരിക്കും അധികാരികളെ നിങ്ങളൊന്ന് കണ്ണു തുറന്ന് കാണുക. ദേലമ്പാടി പഞ്ചായത്തിൻ്റെ ഈ വാർഡുകളിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ. കാട്ടുപന്നിയെ വെടിവെക്കുന്നതിന് വേണ്ടി വനം വകുപ്പ് എംപാനൽ ചെയ്യപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ ഷാർപ്പ് ഷൂട്ടേഴ്സിൻ്റെ ലിസ്റ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഏകദേശം 33 ഷൂട്ടേഴ്സാണുള്ളത്. സുബ്രഹ്മണ്യ വൈ ബദിയടുക്ക മുതൽ ഉദയശങ്കര ഭട്ട് പുത്തികയിലെ 33 അങ്ങനെ അടങ്ങുന്ന 33 ആൾക്കാരുടെ പട്ടികയാണ് എൻ്റെ കയ്യിലുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതിൽ ഒരു ഷൂട്ടേഴ്സ് പോലും നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇല്ല എന്നുള്ളതാണ്. ഒരു അടിയന്തര ഘട്ടം വരികയാണെങ്കിൽ അത്രയും ഭീകരമായ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഉണ്ടായാൽ തന്നെ അടിയന്തരമായ കാര്യനിർവഹണം നടത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മുടെ പഞ്ചായത്തിൽ ഇത് അറിയുക പോലും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിൽ 30% വനമാണ്. അതിൽ 1 ലക്ഷത്തോളം ആദിവാസികളുണ്ട്. 35 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ തിങ്ങിപ്പാർത്ത് വസിക്കുന്നത് വനത്തിനകത്തും വനാതിർത്തി മേഖലകളിലുമാണ്. ഏകദേശം 200ഓളം ഗ്രാമങ്ങൾ നിരന്തരം വന്യജീവികളുമായിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് എന്ന് തന്നെയാണ് വനം വകുപ്പും അതേപോലെ തന്നെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെയും പഠനത്തിൽ വന്നത്. 200ഓളം ഗ്രാമങ്ങളിൽ വർഷങ്ങൾ കഴിയുന്തോറും വന്യജീവി ആക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് അവരുടെ പഠനം തന്നെ തെളിയിച്ചതാണ്. ഈ പഠനങ്ങൾ ഒക്കെയും ചൂണ്ടിക്കാണിക്കുന്നത് വനസംരക്ഷണ വനമേഖലകളിലുള്ള അതിർത്തികളിലുള്ള വന്യജീവി നിയന്ത്രണങ്ങളിൽ നമ്മളിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിലെ അശാസ്ത്രീയത എന്ന് പറയുന്നത് വൈദ്യുത വേലികൾ, സോളാർ ഫെൻസിങ്, അതേപോലെ തന്നെ SMS അലേർട്ട്, കമ്മ്യൂണിറ്റി അലേർട്ട് ഇതൊന്നും വളരെ വ്യക്തമായി പ്രാബല്യത്തിൽ ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് ഈ പഠനങ്ങൾ ഒക്കെ തന്നെയും മുന്നോട്ട് വെക്കുന്നത്. 5 വർഷത്തെ പദ്ധതി എന്ന പേരിൽ 620 കോടി രൂപയുടെ പദ്ധതിയാണ് സർക്കാരിന് മുമ്പിലേക്ക് വനം വകുപ്പ് വെച്ചിട്ടുള്ളത്. എന്നാൽ ഇതുവരെയും അതിൻ്റെ തുടർ ചർച്ചകളോ കാര്യങ്ങളോ അതിന് വ്യക്തമായ ഒരു പരിഹാരം കണ്ടതായിട്ടൊന്നും നമ്മളെവിടെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. വനാതിർത്തിയിലുള്ള വനത്തിനകത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൻ പണയം വെച്ചിട്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നിരന്തരം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. കുറഞ്ഞ പക്ഷം ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിനകത്തുള്ള സാധാരണക്കാരായ കർഷകരുടെ ജീവനും സ്വത്തിനും കുറഞ്ഞ പക്ഷം സംരക്ഷണമെങ്കിലും തീർക്കാൻ അടിയന്തരമായി പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് മറ്റു സാങ്കേതിക കാരണങ്ങളൊന്നും തന്നെ പറഞ്ഞ് അതിന് വഴിമുടക്കം സൃഷ്ടിക്കാതെ അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്ന് ഞങ്ങൾ വെക്കുന്ന നിർദ്ദേശം.